ഹായ് ഹലോ ഫാമിലീസ് കേതിൻ്റെ ഏതെന്തൊടത്തിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹായ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ കുഞ്ഞു സന്തോഷമുള്ള കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേതപ്പൻ്റെ അല്ല കാശപ്പൻ്റെ ഒരു ചെറിയ പാർട്ടിയാണ് കേട്ടോ. പാർട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ഫാമിലി ഒരു ചെറിയ ഒത്തുകൂടൽ. അങ്ങനെ ഞങ്ങളുടെ കാശപ്പൻ 10th എക്സാം റിസൾട്ട് ഒക്കെ വന്നിരിക്കുകയാണ്. അങ്ങനെ അവൻ്റെ സന്തോഷം എന്നോണം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സൊറയൊക്കെ പറഞ്ഞ് പിരിയാമെന്ന് വിചാരിച്ചു. അത്ര മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വലിയ പാർട്ടിയോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. ഇതെൻ്റെ പപ്പയാണ്, കയ്യിലിരിക്കുന്ന ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ, ഖേദപ്പൻ. മറ്റേത് കാശപ്പൻ. ഇവരെല്ലാം കൂടെ പപ്പയോട് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് തുമ്പി, ഇത് ബീനാമ്മ. ബീനാമ്മ എന്ന് പറഞ്ഞാൽ ബിലി ബിലി ഖേദപ്പൻ്റെ. ഇത് ഞങ്ങളുടെ നിച്ചാപ്പി, പിന്നെ ഇത് ഞങ്ങളുടെ ലല്ലേമ്മ. അതാണ് പറഞ്ഞ് അധികാരം ഇല്ല. ഇനിയിപ്പം ഐശ്വര്യത്തിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഇത് 6 റൂമിലും കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ വന്ന് കേക്കൊക്കെ കൊണ്ടുവയ്ക്കുകയാണ്. കേക്ക് കുറച്ച് നേരത്തെ വന്നിരുന്നു, പിന്നെ കേക്കെല്ലാം കൊണ്ടുവച്ചു. പിന്നെ 2 ലഡു. എന്താണ് ഒരു സന്തോഷം അത്രേ ഉള്ളൂ, അല്ലാണ്ട് ആരും വലിയ ഗ്രാൻഡ് പാർട്ടിയാണോ ഇങ്ങനെയാണോ പാർട്ടി എന്നൊന്നും ചോദിക്കരുത്. ഞങ്ങളുടെ ഒരു കൊച്ചു സന്തോഷം മാത്രമാണിത്. നമ്മുടെ മക്കളെല്ലാം ടോപ്പിലെത്തിയാൽ മാത്രമേ സന്തോഷിക്കാവുന്നൊന്നുമില്ലല്ലോ. അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മളും ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇത് പപ്പ വാങ്ങിക്കൊടുത്താണ് കേതപ്പന് കേട്ടോ. അപ്പൊ ട്യൂഷന് പോകാനും കാര്യമൊക്കെ ആയിട്ടൊരു ചെറിയ ഇലക്ട്രിക് സ്കൂട്ടിയാണ്. ആരും ഇതിനൊന്നും നെഗറ്റീവ് എടുക്കരുത്, നമ്മുടെ ഒരു ചെറിയ സന്തോഷം മാത്രമാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം നമ്മുടെ മാത്രം അറേഞ്ച്മെന്റ് ആണ്, അല്ലാണ്ട് ഒന്നുമല്ല. ഇത് അനീഷേട്ടൻ്റെ ചേച്ചിയുടെ മോളും അവളുടെ കുഞ്ഞുമാണ്. ഇത് നമ്മുടെ കുട്ടമാമൻ, അനീഷേട്ടൻ്റെ അച്ഛൻ, മാഷിമാമൻ, പപ്പ എല്ലാവരുമാണ്. കയ്യടി 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 നമ്മുടെ കേതപ്പൻ വയലന്റ് ആയിട്ടോ. കാശി മുറിച്ചാണ് കേതപ്പൻ വയലന്റ് ആയി. ഇനി കേതപ്പനെ കൊണ്ടുകൂടി ഞങ്ങൾ വീണ്ടും ഒരു റേസിലേക്ക് എടുക്കണം. കേതപ്പന്റെ വയലൻസിനെ പറ്റി നിങ്ങളോട് ആരോടും പറയേണ്ട കാര്യമില്ലല്ലോ, അവൻ പൊതുവേ വയലന്റ് ആണ്, നമ്മളെ ലൈവുകളിലൊക്കെ കാണാനുള്ളതല്ലേ. അയ്യോ, അത് ഒന്നുകൂടി കൊടുക്കുവോ? അല്ല വീഡിയോ അല്ലേ എടുത്ത, അപ്പൊ പിന്നെ അറിയാം. ചാർന്നോ പുളിയാണോ? ഏതാണോ എല്ലാവർക്കും കൊടുക്കുന്നത്? വീഡിയോഗ്രാഫർ നടക്കും അത്. അപ്പൂപ്പനൊന്നും കൊടുത്തോ? എല്ലാരും കൊടുക്കാം. വെപ്രാളം കണ്ടോ? കേക്ക് കൊണ്ട് പല്ല് തേക്കും അവിടെ. പാട്ട് പാടുക. കേതപ്പൻ ഉറക്കണമെന്ന് ബഹളം വെക്കട്ടെ, ഞാനൊരു പാട്ട് പാടാമെന്നുള്ള രീതിയാണ് നിച്ചാപ്പിയുടെ സംഗീത കച്ചേരി. അങ്ങനെ മാമനും കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്ത ശേഷം ഇനി മാമിക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണേ. എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു ചടങ്ങാണല്ലോ. തുമ്പിക്ക് എന്തോ ഒരു നാണമൊക്കെ വരുന്നുണ്ട്, എന്താണാവോ എന്തോ. മാമിയും മോനും തമ്മിലാണ് എല്ലാ രഹസ്യങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നത്. എല്ലാത്തിനെയും പൊക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ എല്ലാവരും അങ്ങനെയാണല്ലോ, നമുക്കൊരു മാമി വന്നു കഴിഞ്ഞാൽ അവരോടാണല്ലോ നമ്മൾ കാര്യങ്ങളെല്ലാം കേക്ക് ചെയ്ത് കേക്ക് കട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലല്ലമ്മയ്ക്ക് കൊടുത്തു, പിന്നെ മമ്മിക്ക് കൊടുത്തു, എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അലോണ, രാജിയുടെ മോളാണ്. അയ്യോ മാറിക്കൂ. ഹെൽമെറ്റ് വെക്കാതെ പോവരുത്, ഹെൽമെറ്റ് അങ്ങ് വെച്ചു കൊടുത്തേരെ. ഹെൽമെറ്റ് വെക്കാതെ പോവരുത്, അതൊക്കെ പറയില്ല. അത്രേ ഉള്ളു കാര്യം. അപ്പം ഈ അടുത്ത
ഇത് ആർക്ക് കൊടുക്കുന്നതൊന്നും ഇല്ല. ലഡു എല്ലാവരും കൊടുക്കാം. ഇന്നാ ലഡു ആദ്യം അത് കൊടുക്കുന്നേ. ഗിഫ്റ്റ് കൊടുത്തിട്ട് കൊടുക്കുന്നത്. കാശിയേ കാശിയേ വാ ഇങ്ങോട്ട്. അവൻ അതിനൊക്കെ കേട്ട് തിന്നാൻ പോയി തോന്നുന്നു. നിങ്ങളുടെ മുഖത്തല്ലേ ഇരിക്കുന്നത് ചേട്ടാ. ഇവര് ബസ് ചെയ്ത് മതി. ഇതുകണ്ടോ? കിട്ടുന്നുണ്ട്. സന്തോഷമല്ലോ, സന്തോഷമല്ലോ. പിന്നെ എല്ലാവരും കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ കൈമാറുകയാണ്. ഇത് കുട്ടമാമന്റെ വകയാണ്. ഞാൻ എന്തോ ഒരു ഗിഫ്റ്റ് കൊടുത്തു, അനീഷേട്ടന് ഒരു ഗിഫ്റ്റ് കൊടുത്തു, പിന്നെ നമ്മുടെ അലോന്റെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ രാജിക്ക് വയ്യാണ്ടിരിക്കുകയാണ്, അതാണ് രാജി വരാൻ. ഇത് മോൾട്ടി ചേച്ചിയാണ്, അവന്റെ കസിനാണ്, അതായത് എൻ്റെ ചേച്ചിയുടെ മോളാണ്. പിന്നെ ഇത് കേതപ്പന്റെ അല്ല കാശപ്പന്റെ ഫ്രണ്ട്സ് ആണ്. ഇപ്പോഴും കേതപ്പന്നേ വരുള്ളൂ. ഇത് മോൾട്ടിയുടെ ഹസ്ബൻഡാണ് അവിടെ നിൽക്കുന്നത്. ഇനി നമ്മൾ ഫുഡ് സെക്ഷനിലേക്ക് കടക്കാം. നമ്മുടെ മെയിൻ ഫുഡ് അടിയാണല്ലോ. നല്ല അടിപൊളി ദം ബിരിയാണി കേട്ടോ. ചിക്കൻ ദം ബിരിയാണി ഉണ്ട്, ബീഫ് ഉണ്ട്. പിന്നെ അപ്പൊ നമ്മൾ പരിപാടി അങ്ങോട്ട് തുടങ്ങുകയാണേ. ഞങ്ങൾ ബൊഫേ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. കുറച്ച്, അതായത് വെറും 2 ഐറ്റംസ് വെച്ചുള്ള ചെറിയ പാർട്ടിയാണ്. അതിന് വെള്ളം കൊടുക്കാനുള്ള ഗ്ലാസ് എല്ലാം കേതപ്പ് അടിച്ചിരുന്നത്. ഇത് അനീഷേട്ടൻ്റെ അമ്മയാണ് കേട്ടോ. ഇപ്പൊ എടുക്കണ്ട, ഗ്ലാസ് കൊടുറാ. ലേറ്റായിട്ട് വന്നതാ. ഇതാണ് ഞങ്ങളുടെ കേതപ്പന്റെ മമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷേട്ടന്റെ ചേട്ടന്റെ ഭാര്യയാണ്. ചേട്ടനാണ് മറ്റേത്. അവർ ലേറ്റ് ആയി പോയി. കാര്യം ചേച്ചിയുടെ അമ്മയും അച്ഛനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം അവർ ലേറ്റ് ആയി പോയായിരുന്നു. അങ്ങനെ അവർ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത ശേഷം ഞങ്ങൾ വീണ്ടും ഫുഡ് വിളമ്പുന്നതിന്റെ തകൃതിയായ പരിപാടി. ഞാൻ എപ്പോഴും പപ്പടം വിളമ്പാനാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ ആർക്കും കുറവ് കിട്ടി കൂടുതൽ കിട്ടിയെന്നൊന്നും പറയില്ലല്ലോ. എനിക്കൂടെ ബിരിയാണിയും വിളമ്പുന്നുണ്ട്. ആരൊന്നും പറയരുത്. കാര്യം അധികം പീസൊന്നും കൊടുക്കണ്ട, നമുക്ക് പിന്നെ വെച്ച് തിന്നാലോ എന്ന് വിചാരിച്ചിട്ടാ. വെറുതെയാണ് കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞു, എടുത്ത് ട്രോളല്ലേ. അതിനിടയ്ക്ക് കേതപ്പൻ പപ്പടമൊക്കെ അടിച്ചു മാറ്റിട്ട് നിൽക്കുകയാണ്. എവിടെ നോക്കിയാലും കേതപ്പനാണ് ബഹളം. എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നു. നമ്മൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊരു കാര്യം നടത്തുമ്പോൾ എല്ലാവരും മനസ്സറിഞ്ഞ് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ. ഇത് കേതപ്പനും ഫ്രണ്ട്സും ഒക്കെയാണ്. പിന്നെ അവിടെ ചേട്ടനും ഒക്കെ ഇരിപ്പുണ്ട്. പിന്നെന്താ പറയാ, ഇത് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണിയാണ്. മറ്റേത് വാങ്ങിയതാണ് കേട്ടോ. സെക്കൻഡ് ട്രിപ്പിൽ നമ്മുടെ കുട്ടമ്മയും അനീഷേട്ടൻ്റെ അമ്മയും ചേച്ചിയും ചേച്ചിയുടെ മോള് നമ്മുടെ പൊന്നു വീഡിയോഗ്രാഫർ. നമ്മുടെ വീഡിയോഗ്രാഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊന്നു ആണ്, അതായത് കേതപ്പന്റെ ചേച്ചിയാണ്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ച് വെയിറ്റ് ചെയ്യാണ് പോവാനായിട്ട്. അതിനിടയിൽ അലോനെ പോവാണ്. രാജിക്ക് വയ്യാത്തോണ്ട് സോണിച്ചിനും ഇവിടുന്ന് കഴിച്ചിട്ട് അവർക്ക് തന്നെയുള്ള പാഴ്സൽ കൊടുക്കുകയാണ്. അങ്ങനെ ഓരോ ടീമുമാണ് ടാറ്റ ബൈ ബൈ പറയാണ്. ഇനി അടുത്തായിട്ട് പോകുന്നത് കണ്ണനെയാണ്. അങ്ങനെ പറയുവാണേ. അങ്ങനെ അവരെയും പറഞ്ഞു വിടാനുള്ള പരിപാടിയിലാണ്. പറഞ്ഞതല്ല, നമ്മളെല്ലാരും യാത്ര പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമാണ്. ഞങ്ങൾക്ക് വിളമ്പത്തിനായിട്ട് നമ്മുടെ കുട്ടനെ തുപ്പിയിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങള് ഫുഡ് അടിയൊക്കെ കഴിച്ചൊക്കെ പോകാൻ അറിയാതെ കേതപ്പന്റെ മമ്മയൊക്കെ പറഞ്ഞു, എന്താണാവോ ഈ അണ്ടാവിൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതെന്ന് ചോദിക്കണമെന്നുണ്ട്. എനിക്ക് തന്നെ ട്രോള് വരും. ഈ അണ്ടാവ് കണ്ടു പറയാം അവള് യൂട്യൂബ് ഇടുകയാണെന്ന്. ഇതാണ് അനീഷേട്ടന്റെ ചേട്ടന്റെ വൈഫാണ്. വൈഫിനെ അറിയാലോ. അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ അങ്ങനെ ഗംഭീരമായിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് ഗിഫ്റ്റ് ഒക്കെ കുഞ്ഞു ഗിഫ്റ്റ് ആണെങ്കിൽ എടുത്ത് വെച്ച് അതിന് മുമ്പേ നമ്മുടെ കേരളത്തിൽ അൺബോക്സ് ചെയ്തെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമന്റ്, ഹൈപ്പ് ഒന്നും മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.